നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. 2020 ലോകകപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ സൂപ്പർ 8 മത്സരങ്ങൾ ഏതാണ്ട് പകുതിയിലധികം കഴിഞ്ഞു. കളികൾ ഇംഗ്ലണ്ട് സെമിഫൈനലിലെത്തി. ഇംഗ്ലണ്ടാണ് ആദ്യമായിട്ട് ഈ ലോകകപ്പിൽ സെമിഫൈനലിലെത്തിയത്. പല ടീമുകളുടെയും ചങ്കെടുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സെമിഫൈനലിൽ എത്താനുള്ള ഒരു നൂൽപ്പാലത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്, പ്രത്യേകിച്ചും ഇന്ത്യയും പാകിസ്ഥാനും. അതിൽ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 2 കളികൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ 2 കളികളും നല്ല നിലയിൽ ജയിച്ചാൽ സെമിഫൈനലിൽ എത്താവുന്നതേ ഉള്ളൂ. എന്നാൽ പാകിസ്ഥാൻ്റെ കാര്യം അങ്ങനെയല്ല. പാകിസ്ഥാൻ ഒരു കളിയേ ബാക്കിയുള്ളൂ. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ന്യൂസിലാൻഡിൻ്റെ പെർഫോമൻസ് വളരെ പ്രധാനമാണ്. ഇപ്പം ന്യൂസിലാൻഡിൻ്റെ അവസാന മത്സരം ഇംഗ്ലണ്ടുമായിട്ടാണ്. അപ്പോൾ ന്യൂസിലാൻഡ് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ന്യൂസിലാൻഡ് തന്നെയാണ് സെമിഫൈനലിലെത്തുക. അതല്ല, ഇംഗ്ലണ്ട് ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചാൽ മാത്രമേ, അത്യാവശ്യം നല്ല മാർജിൻ തോൽപ്പിച്ചാൽ മാത്രമേ പാകിസ്ഥാൻ എന്തെങ്കിലും സാധ്യതയുള്ളൂ. അതുതന്നെ പാകിസ്ഥാൻ അടുത്ത മത്സരത്തിൽ ശ്രീലങ്കയെ തോൽപ്പിക്കുകയും വേണം, നല്ല മാർജിൻ വ്യത്യാസത്തിൽ തോൽപ്പിക്കുകയും വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇംഗ്ലണ്ട് 180 റൺ അടിച്ച് ന്യൂസിലാൻഡിനെ 150 റൺ ഓൾ ഔട്ടാക്കി 30 റണ്ണിന് ജയിച്ചു എന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ 40 റണ്ണിൻ്റെ മാർജിനിൽ തോൽപ്പിക്കണം. അതായത് ഇംഗ്ലണ്ട് ന്യൂസിലാൻഡിനെ തോൽപ്പിക്കുന്നതും പാകിസ്ഥാൻ ശ്രീലങ്കയെ തോൽപ്പിക്കുന്നതും രണ്ടും കൂടി ചേർന്നുള്ള മാർജിൻ എന്ന് പറയുന്നത് 70 റണ്ണായിരിക്കണം. ഇനിയിപ്പോൾ മറ്റൊരു ഉദാഹരണം, ന്യൂസിലാൻഡ് ആദ്യം ബാറ്റ് ചെയ്യുന്നു, 150 റൺ എടുക്കുന്നു എന്ന് കരുതുക. ആ സ്കോർ ഇംഗ്ലണ്ട് 17 ഓവറിൽ മറികടന്നാൽ പാകിസ്ഥാൻ ശ്രീലങ്കയ്ക്ക് മുന്നിൽ, ശ്രീലങ്ക അതേ സ്കോറ് പാകിസ്ഥാൻ മുന്നിൽ വയ്ക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ അത് 14.2 ഓവറിൽ മറികടക്കണം. ഒരു സ്കോർ തന്നെ ഇംഗ്ലണ്ട് ന്യൂസിലാൻഡിനെതിരെ 17 ഓവറിൽ മറികടക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ശ്രീലങ്കയ്ക്കെതിരെ 14.2 ഓവറിൽ അത് മറികടക്കണം. അങ്ങനെയാണെങ്കിലേ പാകിസ്ഥാൻ സെമിഫൈനലിൽ എത്തുള്ളൂ. അപ്പോൾ എന്ത് തന്നെയായാലും ന്യൂസിലാൻഡിനെ ഇംഗ്ലണ്ട് തോൽപ്പിക്കണം. അത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തോൽപ്പിക്കണം. അത് കഴിഞ്ഞ് പാകിസ്ഥാൻ ശ്രീലങ്കയെ തോൽപ്പിക്കും വേണം. അത് കുറച്ചുകൂടി കൂടുതൽ വലിയ മാർജിനിൽ തോൽപ്പിക്കും വേണം. അപ്പോൾ അതാണ് സാഹചര്യം. പാകിസ്ഥാൻ്റെ സാധ്യതകൾ ഒട്ടും കുറഞ്ഞിട്ടില്ല. പക്ഷേ പാകിസ്ഥാന് മുന്നിൽ ഇങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ പാകിസ്ഥാൻ അത് മറികടക്കാൻ കഴിയുമോ എന്നറിയില്ല. പാകിസ്ഥാൻ്റെ ആദ്യ കളി ന്യൂസിലാൻഡുമായിട്ടായിരുന്നു. പക്ഷേ അത് മഴ ആ കളി കവർന്നു. മഴ കാരണം കളി നടന്നില്ല. അതുകൊണ്ട് ഇരു ടീമുകൾക്ക് ഓരോ പോയിൻ്റാണ് കിട്ടിയത് ഗ്രൂപ്പ് 2-ൽ. പിന്നീട് ന്യൂസിലാൻഡ് അടുത്ത കളി ജയിക്കുകയും ചെയ്തു. തുടർന്നാണ് ഈ സാഹചര്യം. ഗ്രൂപ്പിൽ നിന്ന് ഇംഗ്ലണ്ട് സെമിഫൈനലിൽ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ന്യൂസിലാൻഡും പാകിസ്ഥാനും മാത്രമേ ഉള്ളൂ. ശ്രീലങ്ക പുറത്താവുകയും ചെയ്തു. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ 4 ടീമാണുള്ളത്. അതിൽ ഇംഗ്ലണ്ട് സെമിഫൈനലിൽ എത്തിക്കഴിഞ്ഞു, ശ്രീലങ്ക പുറത്തായി കഴിഞ്ഞു. ഇനി ന്യൂസിലാൻഡും പാകിസ്ഥാനും തമ്മിലാണ്. നിലവിലെ ഫോമിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ന്യൂസിലാൻഡ് മിക്കവാറും ജയിക്കാനാണ് സാധ്യത. കാരണം ഈ കഴിഞ്ഞ ദിവസം ന്യൂസിലാൻഡ് ശ്രീലങ്കയെ തോൽപ്പിച്ചൊരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ന്യൂസിലാൻഡിന് തന്നെയാണ് ഇപ്പോൾ മുൻതൂക്കം പാകിസ്ഥാനേക്കാൾ. പക്ഷേ പാകിസ്ഥാൻ്റെ സാധ്യത ഏത് സാഹചര്യത്തിലും പെട്ടെന്ന് ഉയർന്നു വരികയും അതിനനുസരിച്ച് കളിക്കാനും കഴിയുന്ന ഒരു ടീം തന്നെയാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ സാധ്യതയും കുറഞ്ഞിട്ടില്ല. പക്ഷേ നിലവിൽ സമ്മർദ്ദം കൂടുതൽ പാകിസ്ഥാനാണ്. അപ്പോൾ എന്ത് തന്നെയായാലും ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് മത്സരത്തിലേക്ക് ഉറ്റുനോക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ആ കളിയിൽ ഇംഗ്ലണ്ട് ജയിക്കണം. അത് കഴിഞ്ഞ് പാകിസ്ഥാന് ശ്രീലങ്കയെ തോൽപ്പിക്കും വേണം. ശ്രീലങ്കയെ തോൽപ്പിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് ശ്രീലങ്കയിൽ വെച്ച് തന്നെയാണ് കളി. അപ്പം ആ രീതിയിൽ ശ്രീലങ്കയെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ എങ്ങനെയായാലും പാകിസ്ഥാൻ നല്ല ആശങ്കയിലാണ്. പാകിസ്ഥാൻ്റെ ചങ്ക് ഇടിക്കുന്നുണ്ട്. പക്ഷേ ക്രിക്കറ്റിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതൊക്കെ മറികടന്നേ പറ്റുള്ളൂ. നമുക്ക് കാത്തിരുന്ന് കാണാം. ന്യൂസിലാൻഡാണോ പാകിസ്ഥാനാണോ ഗ്രൂപ്പ് 2-ൽ നിന്ന് സെമിഫൈനലിൽ എത്തുക എന്ന്.